പ്രിയപ്പെട്ട കുട്ടികളെ, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിരുന്നത് RNK സെലക്ഷൻ ആയിരുന്നു. അത് നിങ്ങൾ ക്ലിയർ ആയി ഞാൻ വിചാരിക്കുന്നു. എന്താണ് R സെലക്ഷൻ, എന്താണ് K സെലക്ഷൻ? ചില പരീക്ഷയ്ക്ക് 3 മാർക്സിന് വരെ വരാൻ സാധ്യതയുള്ള ഒരു ടോപ്പിക് കൂടിയാണ് ഈ പറയുന്ന RNK സെലക്ഷൻ. നമ്മളിവിടെ ഒന്ന് പറയാൻ പോകുന്നത് കുറച്ചുകൂടി ക്ലിയർ ആയിട്ട് RNK സെലക്ഷനെ കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ചില സ്പീഷീസിനെ നമ്മൾ പരിചയപ്പെടുകയാണ്. വാട്ട് ആർ ദ ഇമ്പോർട്ടൻറ്റ് ടൈപ്പ് ഓഫ് സച്ച് സ്പീഷീസ്? ഏതൊക്കെയാണ് അങ്ങനെയുള്ള പ്രധാനപ്പെട്ട സ്പീഷീസ്? വി ക്യാൻ സേ ദാറ്റ് ഫസ്റ്റ് വൺ ഈസ് കോൾഡ് ഓപ്പർച്യൂണിറ്റിക് സ്പീഷീസ്. എന്താണ് ഓപ്പർച്യൂണിറ്റിക് സ്പീഷീസ്? ഷോർട്ട് ജനറേഷൻ ടൈം ആൻഡ് സ്മോൾ ബോഡി സൈസ്. ആർ സെലക്ഷന്റെ വേറൊരു കാറ്റഗറിയാണ് ഓപ്പർച്യൂണിറ്റിക് സ്പീഷീസ്. ഷോർട്ട് ജനറേഷൻ ടൈംസ് ആൻഡ് സ്മോൾ ബോഡി സൈസ്, വളരെ ചെറിയ ബോഡി സൈസ് ഉള്ള ഒരു ഓർഗാനിസമാണ്. പ്രൊഡ്യൂസ് ലോഡ്സ് ഓഫ് എഗ്സ് ബട്ട് ഡു നോട്ട് പ്രൊവൈഡ് പാരന്റൽ കെയർ. ഒരുപാട് കുഞ്ഞുങ്ങളെ ഉണ്ടാവും, പക്ഷെ ഒരിക്കൽ കെയറിങ് ഉണ്ടാവില്ല. Thrive in environments that are dominated by ecological disturbance and can often be thought of as colonizing species. അപ്പൊ അതിന് ഏത് സമയത്തും പലതരത്തിലുള്ള പ്രതിസന്ധികൾ അതിജീവിച്ചുകൊണ്ട് അവരവിടെ ഡോമിനേറ്റ് ചെയ്യും. മോസ്റ്റ് കമ്പാരബിൾ ടു ആർ സെലക്ടഡ് സ്ട്രാറ്റജീസ്. ഇതിന്റെ എല്ലാ തരത്തിലുള്ള ക്യാരക്ടേഴ്സും ആർ സെലക്ടഡ് കാറ്റഗറി ഉള്ളത് കൊണ്ട് വി ക്യാൻ സേ ദാറ്റ് ദേ ആർ കോൾഡ് ഓപ്പർച്യൂണിറ്റിക് സ്പീഷീസ് ഓർ ആർ സെലക്ടഡ് സ്പീഷീസ്. എക്സാമ്പിൾ ഈസ് എ കില്ലി ഫിഷ്. വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു എക്സാമ്പിൾ പറഞ്ഞു. ചിലപ്പോൾ പരീക്ഷയ്ക്ക് ആർ സെലക്ഷൻ ആയിരിക്കും ചോദിക്കുക എന്താണ് ഓപ്പർച്യൂണിറ്റിക് സ്പീഷീസ് എന്നായിരിക്കും. സോ സിംപ്ലി ഇറ്റ് ഇസ് ഓൾ ക്യാരക്ടേഴ്സ് ആർ സിമിലർ ടു ദാറ്റ് ഓഫ് the R selected species. So we can say that R selected species are those species which have the same characters of the R selected species. Okay, such species are called opportunistic species. Then what is periodic species? എന്താണ് periodic species എന്ന് പറയുന്നത്? Which are long lived and have large body size, produce lots of eggs but do not provide parental care. This strategy works best when variation in juvenile survival rates is greater than in variation in adult survival rates. The example is swordfish. The most popular example of periodic species is swordfish. It is the normal question they are regularly asking from UGC examination. In fact, this appears to be the most common life history strategy throughout the fish world. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു ഫിഷ് വേൾഡിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കൺസെപ്റ്റ് കൂടിയാണ് പീരിയോഡിക് സ്പീഷീസ് എന്ന് പറയുന്ന കെ സെലക്ടഡ് സ്പീഷീസിന്റെ വളരെ പ്രധാനപ്പെട്ട കൺസെപ്റ്റിൽ വരുന്ന കാര്യം. Then another important category that is called equilibrium species. Equilibrium species is actually the K selected species. K selected species ആണ് യഥാർത്ഥത്തിൽ equilibrium species. Equilibriumത്തിൽ എത്തിയ ആൾക്കാരാണ്. Are comparable to K selected strategies. Fairly long lived and vary in body size. Have few offspring but they provide parental care to those offspring. This strategy appears to be the favored in environments that are high density dependent or stressful. Example include amblyopsids, cavefish and kitchilid and synthethids and searchers, sea dragons and pipefish. These are the most popular equilibrium species. അപ്പോൾ നമ്മൾ യഥാർത്ഥത്തിൽ രണ്ട് കാറ്റഗറിയാണ് ഉള്ളത്. ഒന്ന് ഇക്വിലിബ്രിയം ആൻഡ് അനദർ വൺ ഈസ് കോൾഡ് ഓപ്പർച്യൂണിറ്റിക് സ്പീഷീസ്. അത് കൂടാതെയാണ് നമ്മൾ ഇൻ ബിറ്റ്വീൻ വേറൊരു സ്പീഷീസ് കൂടി നമ്മൾ പറഞ്ഞിട്ടുള്ളത്. സോ ജസ്റ്റ് റിമെമ്പർ these three important species. Okay, this is periodic species. Then we can say that the opportunistic species. So what is opportunistic species? What is periodic species? And what is actually the equilibrium species? So remember these three important species with examples. അപ്പോൾ ഇത്രയാണ് നമ്മൾ ഈ പറയുന്ന ലൈഫ് ഹിസ്റ്ററി സ്ട്രാറ്റജീസിൽ പറയാനുള്ള പ്രധാനപ്പെട്ട കാരണം. ആർ സ്പീഷീസ്, then K species or R selected and K selection. And another important species type they are. What are the important species? They are പറയൂ. ഒന്ന് പറയൂ. First one is called opportunistic species, second one is called periodic species, and third one is called equilibrium species. അപ്പോൾ ഇത്രയായിരുന്നു നമ്മൾ ജനറൽ ആയിട്ട് ലൈഫ് ഹിസ്റ്ററി സ്ട്രാറ്റജിയിലെ സ്പീഷീസിനെ കുറിച്ച് പറഞ്ഞത്. Today we are going to discuss another important topic, that is characteristics of population. It is mentioned in your syllabus. See your syllabus. See what is actually what are the important characters of
the population? എന്തൊക്കെ characters ആണ് population ഉള്ളത്? നമുക്ക് പറയാൻ പറ്റും ഒന്നാമത്തെ തന്നെ population size, population density, dispersion pattern, demographics, survivorship curves, population growth. So these are the most important characters of any population. നമുക്ക് ഇവിടെ വളരെ ക്ലിയർ ആയിട്ട് ഓരോ ഇൻഡിവിജ്വലിന്റെ ക്യാരക്ടർ എടുത്ത് നോക്കാം. സി ഏജ്, സ്റ്റേജ്, സൈസ്, സെക്സ്, ബിഹേവിയർ ഇതെല്ലാം ഇൻഡിവിജ്വലിന്റെ ക്യാരക്ടേഴ്സ് ആണ്. അതിന്റെ ബേസിൽ നമുക്ക് പോപ്പുലേഷൻ എക്കോളജി നമുക്കൊന്ന് ഡിസ്കസ് ചെയ്ത് നോക്കാം. ഇതുവരെ പറഞ്ഞതിന്റെ മനസ്സിലാക്കിയതിന്റെ അടിസ്ഥാനത്തിൽ പോപ്പുലേഷൻ ക്യാരക്ടേഴ്സ്, പോപ്പുലേഷൻ നമ്പർ ഓർ ഡെൻസിറ്റി, ഏജ് ഓർ സ്റ്റേജ് ഡിസ്ട്രിബ്യൂഷൻ, സെക്സ് റേഷ്യോ, സ്പേഷ്യൽ ഡിസ്ട്രിബ്യൂഷൻ, ഇതെല്ലാം ഈ പറയുന്ന പോപ്പുലേഷൻ എക്കോളജിയുടെ ക്യാരക്ടറിൽ വരുന്നതാണ്. ദെൻ പോപ്പുലേഷൻ എക്കോളജി വീണ്ടും നമുക്ക് ഇൻഡിവിജ്വൽ പ്രോസസ്സ് എടുത്ത് നോക്കാം. ഡെവലപ്മെന്റ്, ഗ്രോത്ത്, ഫീഡിങ്, റീപ്രൊഡക്ഷൻ, ഡെത്ത്, ഇതെല്ലാം ഓരോ ഓർഗാനിസത്തിന്റെയും ബേസിൽ വരുന്ന പോപ്പുലേഷന്റെ ക്യാരക്ടേഴ്സ് ആണ്. പോപ്പുലേഷൻ പ്രോസസ്സസ്, പോപ്പുലേഷൻ ഗ്രോത്ത്, ചേഞ്ച് ഇൻ age distribution, mortality. So we can say that different aspects or different characters are always focused on population. You can see here the figure, different populations are, or we can see here the different numbers of human population. Each and every organism has their own characters, their own sex, their own size, their own development, their own mental standard. So each and every organisms are unique as far as the population characters are concerned. Then what is actually population size? First we are discussing what is population size. In a population genetics and population ecology, population size is the number of individual organism in a population. Population size എന്ന് പറയുന്നത് number of individual organism in a population, that is what is called population genetics. അപ്പോൾ population സൈസിൽ ഫസ്റ്റ് നമ്മൾ പറയുന്ന population genetics and population ecology, population size is the number of individual organism in a population. Then what are the important factors that govern population size? First one is called crude birth rate, that is CBR, crude death rate, that is CDR, then immigration. These are the four important factors which influence population size. Population size നെ വളരെ നന്നായിട്ട് ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഫാക്ടേഴ്സ് ഇതൊക്കെയാണ്. Now these are the most common and simple terminology that we were discussed during the time of UP schools or the school level classes. We were clearly understood the aspects of this concept. What are the important concepts? One is called natality, other one is called mortality, other one is called immigration and emigration. What is actually natality? The birth rate, which is the ratio of total live birth to total population in a particular area over a specified period of time. That is called natality. Then what about the mortality? The death rate, which is also the ratio of the total number of death to the total population. Then what is immigration? The number of organism moving into area occupied by population is called immigration. ഒരു ഓർഗാനിസം മൂവിങ് ഇൻ ടു ദ ഏരിയ, നമ്മളിലോട്ട് വരുന്നത്. അപ്പൊ നമ്മൾ കേരളത്തില് ബീഹാറുകാർ വരുന്നുണ്ടെങ്കിൽ ദാറ്റ് ഇസ് കോൾഡ് ഇമിഗ്രേഷൻ. വാട്ട് ഈസ് എമിഗ്രേഷൻ? ദ നമ്പർ ഓഫ് ഓർഗാനിസം മൂവിങ് ഔട്ട് ഓഫ് ദ ഏരിയ ഓക്യുപ്പൈഡ് ബൈ ദ പോപ്പുലേഷൻ ഈസ് കോൾഡ് എമിഗ്രേഷൻ. നമ്മൾ ഇവിടെ നിന്ന് നമ്മൾ ഗൾഫ് രാജ്യങ്ങളിലേക്ക് ജോലിക്ക് പോകുകയാണെങ്കിൽ ദാറ്റ് ഈസ് കോൾഡ് എമിഗ്രേഷൻ. സോ വാട്ട് ഈസ് natality, what is mortality, what is immigration, what is emigration? So you can see this is the picture belongs to the say it is emigration. ഇവിടുന്ന് അങ്ങോട്ട് പോവാണ്. Okay. Then what are the important factors that increase population size? Population size increase ചെയ്യാൻ എന്തൊക്കെ factors ആണ് influence ചെയ്യുന്നത്? ഒന്ന്, natality is recruitment to population through reproduction. Natality വളരെ പ്രധാനപ്പെട്ട ഒരു factors ആണ്. That is birth rate. Immigration from external population, example bird migration. അല്ലെ, മറ്റു പ്രദേശങ്ങളിൽ നിന്ന് പക്ഷികൾ ഇങ്ങോട്ട് വരികയാണെങ്കിൽ that is called ഇമിഗ്രേഷൻ. അത് സ്വാഭാവികമായിട്ടും ഈ പറഞ്ഞ പോപ്പുലേഷൻ സൈസിനെ കൂട്ടാൻ സാധിക്കും. ദെൻ ഫാക്ടേഴ്സ് റെഡ്യൂസിങ് പോപ്പുലേഷൻ സൈസ്. പോപ്പുലേഷൻ സൈസ് കുറയ്ക്കാൻ സഹായിക്കുന്ന ആൾക്കാരൊക്കെയാണ്?
മോർട്ടാലിറ്റി മരണനിരക്കാണ്. മോർട്ടാലിറ്റി വിച്ച് ഈസ് ദ ഡെത്ത് റേറ്റ് ഫ്രം എനി സോഴ്സ് ദാറ്റ് ഈസ് പ്രിഡേഷൻ. സ്വാഭാവികമായിട്ടും പലതരത്തിലുള്ള അറ്റാക്കും വന്നിട്ട് പല ആൾക്കാരെയും പിടിച്ചുകൊണ്ടാണ് ദാറ്റ് ഈസ് കോൾഡ് പ്രിഡേഷൻ. അങ്ങനെ പ്രിഡേഷൻ നടക്കുമ്പോൾ സ്വാഭാവികമായിട്ടും പോപ്പുലേഷന്റെ റേറ്റ് കുറയും. എമിഗ്രേഷൻ വേർ ഇൻഡിവിജ്വൽ ലീവ് ദ പോപ്പുലേഷൻ ഫോർ അനദർ ഹാബിറ്റാറ്റ്. ഇവിടെ നിന്ന് പല ആൾക്കാരും മറ്റു സ്ഥലത്തോട് പോകും. ചില പക്ഷികൾ ഇവിടെ നിന്ന് വേറെ കാട്ടിലേക്ക് പോകുകയാണെങ്കിൽ ദാറ്റ് ഈസ് കോൾഡ് എമിഗ്രേഷൻ. അങ്ങനെയും പോപ്പുലേഷന്റെ സൈസ് കുറയാൻ പറ്റും. അപ്പോൾ we are discussing population characters of population that we will discuss in next class. So far we were discussed about different type of population. You know what are the opportunity population, periodic population and equilibrium population. Then characters of population നമ്മൾ പല കൺസെപ്റ്റും പറഞ്ഞു. So it is a big topic. The later portion we will discuss in next class. Thank you.